നാട്ടിക എം.എൽ.എയും CPI നേതാവുമായ CC മുകുന്ദൻ BJPയിൽ ചേർന്നു. BJP ഓഫീസിലെത്തി NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണനിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിച്ചു. BJP ജില്ലാ ഓഫീസിലെത്തിയ CC മുകുന്ദനെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ B ഗോപാലകൃഷ്ണൻ, KK അനീഷ് കുമാർ, KR ഹരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ജില്ലാ പ്രസിഡന്റിന്റെ ഓഫീസിലെത്തിയ CC മുകുന്ദന് AN രാധാകൃഷ്ണൻ പാർട്ടി അംഗത്വം നൽകി. അന്തിക്കാട് നിന്നാണ് അദ്ദേഹം വരുന്നത്. തീർച്ചയായും അത്ഭുതകരമായ രാഷ്ട്രീയ മാറ്റത്തിന് നാട്ടിക തുടക്കം കുറിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചേരാൻ പോകുന്ന ആളുകളുടെ പ്രേരണാ സ്രോതസ്സായി അദ്ദേഹത്തെ ശ്രീമാൻ മുകുന്ദൻജിയെ ഞാൻ കാണുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയും പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുകയുമാണ് തന്റെ ലക്ഷ്യമെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതൊന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്നതിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂടുപോലെത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരം പറയാനുള്ളത്. നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകാൻ തന്നെയാണ് പാർട്ടി തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും. നാട്ടികയിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം നടത്തിയത്. കോൺഗ്രസുകാർ വിളിച്ചപ്പോൾ പോയി എന്നല്ലാതെ പറ്റിക്കേണ്ട സാഹചര്യമില്ല. കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കഴിയില്ലെന്ന് പറഞ്ഞ് മടങ്ങി. എന്നാൽ BJPയിൽ താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. CPI MLA ആയിരുന്ന അജിത്ത് BJPയിലേക്ക് വരാൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. പ്രഗത്ഭരായ ഒരുപാട് നേതാക്കൾ ഏതാനും ദിവസങ്ങളായി BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. വളരെ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി UDFന്റെ ജമാഅത്ത് രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ ജനാധിപത്യം സഖ്യം നേതൃത്വം കൊടുക്കുന്ന NDAയുമായി സഹകരിക്കുന്നതിന് വേണ്ടി BJPയിൽ ചേരുന്നതിൻ്റെ ഭാഗമായി വളരെ പ്രമുഖരായ ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ ഒരുപാട് ഘടകകക്ഷികൾ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ.